റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുകയും. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ എല്ലാ ശ്രോതാക്കൾക്കും അനുഗ്രഹീതമായൊരു പ്രഭാത വന്ദനം നേരുന്നു. ക്രിസ്തുവിൻ്റെ അവയവങ്ങളായ ശരീരങ്ങൾ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൂടപ്പിറപ്പുകളെ ദൈവത്തെ ആരാധിക്കണം എന്നെല്ലാ മനുഷ്യർക്കും അറിയാം. അതിനവർ സമയം കണ്ടെത്താറുമുണ്ട്. ആരാധിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിന് ദൈവം ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടോ? അതെ, ദൈവം ആരാധകന്റെ ശരീരത്തെ തനിക്ക് സ്വന്തമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധിയും വേർപാടുമുള്ള ശരീരങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കണമെന്നതാണ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ കൽപ്പന. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനിൽ കൂടി ദൈവാത്മാവ് ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നത്: പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. ഈ കൽപ്പനകൾ പ്രിയരെ നാം പാലിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ശരീരത്തെ ദണ്ഡിപ്പിക്കുവാനും കീറിമുറിക്കുവാനും അടിക്കുവാനും ഇടിക്കുവാനും തൊഴിക്കുവാനും അപമാനിക്കുവാനും അതിൽ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും പഠിപ്പിക്കുന്ന നിരവധി മതസമൂഹങ്ങളുണ്ട്. ഇന്നും ഇപ്രകാരമുള്ള പഠനങ്ങൾക്കും ഉപദേശങ്ങൾക്കും വില കൽപ്പിക്കുന്നവരും ധാരാളമുണ്ട്. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നത് ശരീരത്തെ ത്യജിക്കുവാനല്ല, പീഡിപ്പിക്കുവാനല്ല, ശരീരം ദൈവത്തിന് മന്ദിരമായി സമർപ്പിക്കുവാനാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം നിറവേറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതുകൊണ്ട് അവയവങ്ങളിലെല്ലാം ദൈവത്തിന് സമർപ്പിക്കുവാനും ദൈവാത്മാവ് തന്നെ നമ്മുടെ അവയവങ്ങളെ നിയന്ത്രിക്കുവാനും ആവശ്യമുണ്ട് എന്ന് ഓരോ ദൈവവൈതലും ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പ്രിയരെ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ആ ശരീരത്തെ പരിശുദ്ധനായ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ നാം ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു വിശുദ്ധന്റെ ശരീരം കർത്താവിന് അവകാശപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരാവയവങ്ങളെ നിയന്ത്രിക്കുവാനും നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുവാനും നാം കർത്താവിനെ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനാൽ തന്നെ നമ്മുടെ ശരീര സമർപ്പണത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവനായിരിക്കണം ഒരു വിശ്വാസി. എപ്രകാരമാണ് ശരീരത്തെ യാഗമായി സമർപ്പിക്കേണ്ടത്? ആരാധനയുടെ യാഗപീഠമൊരുക്കി ശരീരത്തെ യാഗവസ്തു എന്ന നിലയിൽ സ്വർഗീയ തീയാൽ കത്തി ചാമ്പലാകുവാൻ അനുവദിക്കുക എന്നുള്ളതാണ് പ്രിയരെ ആരാധനയുടെ പ്രാരംഭ സമയം തന്നെ നാം ചെയ്യേണ്ടത്. നാം എരിഞ്ഞ് തീരുകയാണ് ആവശ്യം. അർത്ഥാൽ നാം പാപസംബന്ധമായി മരിച്ചവരെന്ന് എണ്ണുക. പാപത്തിൻ്റെ മോഹങ്ങളെ നിവർത്തീകരിക്കുന്ന വേദിയാകരുത് ആരാധിക്കുവാൻ നിൽക്കുന്നവരുടെ ശരീരം. പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറിനി വാഴരുത് എന്നാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവാത്മാവിൻ്റെ സഹായത്താൽ പ്രിയരെ, ശരീരത്തിൻ്റെ പാപകരമായ പ്രവൃത്തികളെ നാം മരിപ്പിക്കണം. ദൈവത്തിൻ്റെ വചനം റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. പ്രിയരെ, യാഗമായി അർപ്പിക്കുക എന്നാൽ മരിപ്പിക്കലാണ്. യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തു ദഹിപ്പിക്കലാണ്. ദൈവമക്കളുടെ ശരീരം വിശുദ്ധിയോടെ കരുതുക. അത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. അത് അശ്രദ്ധമായ ഉപയോഗത്തിലൂടെ മലിനമാക്കരുത്. നമ്മുടെ ശരീരം കർത്താവിൻ്റെ അവയവങ്ങളാകിയാൽ ആ ശരീരം എടുത്ത് ലോകത്തിനും ജഡത്തിനും സാത്താനും സമർപ്പിച്ചാൽ
അതിനെ വ്യഭിചാരം എന്ന പദം കൊണ്ടാണ് ആത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. വീണ്ടും 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ താൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങൾ ആക്കുമോ? ഒരു നാളും അരുത്. പ്രിയരെ, ഭക്തന്റെ ശരീരത്തെ അതിൻ്റെ ഇഷ്ടങ്ങൾക്കായി യഥേഷ്ടം വിട്ടുകൊടുക്കരുത്. ശരീരത്തെ നാം ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദണ്ഡിപ്പിച്ച് അടിമയാക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും നമ്മെ ഓർപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 9 വായിക്കുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. ശരീരത്തെ ദണ്ഡിപ്പിക്കുക എന്നാൽ പീഡിപ്പിക്കുന്നതിനെ അല്ല, ശരീരത്തിൻ്റെ ആസ്തികളെ മരിപ്പിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ശരീരത്തിൽ വാഴുന്ന ജഡം എന്ന ഘടകത്തെ ശരീരത്തിൽ നിന്ന് ഉരിഞ്ഞു കളയേണ്ടതാണ് ആവശ്യം. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. കൂടപ്പിറപ്പുകളെ, നാം നമ്മുടെ ജഡത്തെയല്ല ആത്മാവിനെ തന്നെ അനുസരിക്കണം. അപ്രകാരം നാം ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരീര സമർപ്പണമില്ലാതെ യഥാർത്ഥ ആരാധനയില്ല. യാഗം കൂടാതെ ആരാധന പൂർണ്ണമാകുകയില്ല. ആരാധന കൂടാതെ ദൈവപ്രസാദം പ്രാപിക്കുവാനാകുകയുമില്ല. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുകയും പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ഞങ്ങളുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിൻ്റെ അവയവങ്ങളായ ശരീരങ്ങളാണ് ഞങ്ങൾ എന്നുള്ള ബോധ്യത്തോടെ, ദൈവാശ്രയത്തോടെ, ദൈവഭയത്തോടെ തന്നെ ഞങ്ങളുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളെ നേരിടുവാൻ, സത്യത്തിലും ആത്മാവിലും അപ്രകാരം ആരാധിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പ. അപ്രകാരം പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഏറിയ കൃപ, എല്ലാറ്റിൻ്റെയും നിറവ് പകർന്നു കൊടുത്ത് അനുഗ്രഹിക്കണം. ഇന്നിൻ്റെ ആവശ്യങ്ങളും സൗഖ്യങ്ങളും സ്വർഗത്തിൽ നിന്നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ചൊരിഞ്ഞു കൊടുത്ത് അനുഗ്രഹിച്ച പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.